ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദി വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാനായിട്ട് പറ്റില്ല. ഒരു ഗാർഡൻ ആണുള്ളത്. ആ ഗാർഡനിലൂടെ കുറച്ച് കുട്ടികൾ നടന്നു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടികൾ തമ്മിൽ എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ്? വോ ദിസ് ഗാർഡൻ ഇസ് സോ ബ്യൂട്ടിഫുൾ. ഈ കുട്ടി പറയും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗാർഡൻ കാണാനായിട്ട്. അപ്പൊ ഈ ഒരു കുട്ടി പറയും വി സീ ഓൾ ദീസ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം ലൈറ്റ്, സ്റ്റിൽ വൈ ഡു ദേ അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. അല്ലെ, നമ്മൾ എന്താണ് എല്ലാ വസ്തുക്കളെയും കാണുന്നത് ഒരേ ലൈറ്റിലാണ്, പക്ഷെങ്കിൽ അവരെ അപ്പിയർ ചെയ്യുന്ന എന്താണ് പല കളറിലാണ്. അല്ലെ, നമ്മള് സൂര്യനിൽ നിന്നുള്ള പ്രകാശം വന്നിട്ടാണ് നമുക്ക് എല്ലാ വസ്തുക്കളെയും കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും ഒരേ കളറാണ് ഉള്ളത്? അല്ല, എല്ലാ വസ്തുക്കൾക്കും ഒരേ കളർ അല്ല, ഡിഫറെന്റ് കളേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതെന്തായിരിക്കും? ഇതിന്റെ കാരണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. Have you ever thought about the reason why flowers appear in different colors though they are all illuminated by the same light? അല്ലേ, നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം. അല്ലെ, റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം. ഈ ഒരു ഗ്ലാസ് പ്രിസത്തിന്റെ ഉള്ളിലുള്ള റിഫ്രാക്ഷൻ പറയുന്നതിനേക്കാൾ മുന്നേ ഈ റിഫ്രാക്ഷൻ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, ഇപ്പോ ഞാനൊരു ഗ്ലാസ് എടുത്തെന്ന് വിചാരിക്കാം. ഗ്ലാസ് എടുത്ത് ഗ്ലാസ്സിൽ ഞാനൊരു പെൻസിൽ ഇട്ട്, അതേസമയം ഞാൻ വേറൊരു ഗ്ലാസ് എടുത്ത് ഇതിൽ കുറച്ച് വെള്ളം നിറച്ചു. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പെൻസിൽ ഇട്ട്, അങ്ങനെ ഇട്ടപ്പോ എനിക്ക് എന്ത് കാണാനായിട്ട് പറ്റി? ഈ ഒരു വെള്ളം നിറച്ചിട്ട് ഞാൻ ആ പെൻസിൽ ഇട്ടപ്പോൾ പെൻസിൽ കുറച്ച് വളഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റി. പക്ഷെങ്കിൽ വെറും ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ട് ഞാൻ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? എനിക്ക് ആ പെൻസിൽ വളഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഈ ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? റിഫ്രാക്ഷൻ ആണ്. അല്ലെ, റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്ലാസ്സിൽ വെള്ളമൊന്നും ഇല്ല. അല്ലെ, അതായത് നമ്മൾ ഒരു മീഡിയം, ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് കാണുന്നത്. അല്ലെ, ഏതാണ് ആ മീഡിയം? എയർ. അല്ലെ, എയറിലൂടെ മാത്രമാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വളഞ്ഞു കാണാത്തത്. പക്ഷെ ഇവിടെയോ, ഇവിടെ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചപ്പോ നമുക്ക് ഇവിടെ കുറച്ച് വളഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റി. അതിന് കാരണം എന്താ? ലൈറ്റ് ഏതിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത്? വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്, എയറിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ ഇവിടെ രണ്ട് മീഡിയം വന്നിട്ടുണ്ട്. അല്ലെ, രണ്ട് മീഡിയം വന്നിട്ടുണ്ട്. ഒന്ന് വാട്ടറും വന്നിട്ടുണ്ട്, ഒന്ന് എയറും വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ഇവിടെ ജസ്റ്റ് മാറ്റി വരക്കുന്നുണ്ട്. ഇവിടെ എയർ ആണെന്ന് വിചാരിക്കുക, ഇവിടെ എന്താണ്? വാട്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോ നമ്മള് ഒരു ലൈറ്റ് എങ്ങനെ പതിക്കണം? ലൈറ്റ് ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ ഈ എയറിനെയും വെള്ളത്തിനെയും വേർതിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇതൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അല്ലെ, ഈ ഒരു ഭാഗത്ത് വെച്ച് എന്ത് സംഭവിക്കും? വെള്ളത്തിന് ഇതിനൊരു ചെറിയൊരു വളവ് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. അല്ലെ, റിഫ്രാക്ഷൻ എന്താണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ, ഈ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, റിഫ്രാക്ഷൻ. അതെന്തുകൊണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ വളവ് വരാൻ കാരണം ലൈറ്റ് ഓരോരോ മീഡിയത്തിലൂടെയും ഓരോരോ സ്പീഡിലായിരിക്കും സഞ്ചരിക്കുക. ലൈറ്റ് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുക എയറിലൂടെയാണ്, പിന്നെ വാട്ടറിലൂടെയാണ്, പിന്നെ ഗ്ലാസ്സിലൂടെയാണ്, പിന്നെ ഡയമണ്ടിലൂടെയാണ്. അപ്പോ എയർ എന്താണ്? ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുക എയറിലൂടെയാണ്, പിന്നെ വാട്ടറിലൂടെയാണ്, പിന്നെ ഗ്ലാസ്സിലൂടെയാണ്, പിന്നെ ഡയമണ്ടിലൂടെയാണ്. അപ്പോൾ എയർ നല്ലൊരു സ്പീഡിലായിരിക്കും എയറിലൂടെ വരുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്ത് വന്ന്? വാട്ടർ വന്നില്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് സ്പീഡ് മാറും. അല്ലെ, സ്പീഡ് മാറുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ മാറിപ്പോകുന്നുണ്ട്. അല്ലെ, സ്പീഡ് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. അങ്ങനെ ഡയറക്ഷൻ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ നേരെ പോവേണ്ടിയിരുന്ന ലൈറ്റ്
കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ, ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോ ലൈറ്റ് നേരെ വന്ന് പതിച്ചു എന്ന് വിചാരിക്കും, നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്തെന്ന് വിചാരിക്കും. നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡീവിയേഷൻ ഉണ്ടായിരിക്കില്ല. നോർമലായിട്ട് ലൈറ്റ് വന്ന് ഇടിക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, ഡീവിയേഷൻ ഉണ്ടാവില്ല, അവിടെ റിഫ്രാക്ഷൻ നടക്കില്ല. അപ്പൊ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ലൈറ്റ് അടിക്കണം, ചെരിച്ചടിക്കണം അല്ലെ, ഒബ്ലീക്ലി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാട്ടോ. റിഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ട് മീഡിയം ഉണ്ടാവും, രണ്ട് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെ, സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ലൈറ്റിന് എന്ത് സംഭവിക്കും, ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കും അല്ലെ. എയറിലുള്ള പോലെ ആയിരിക്കില്ല വാട്ടറിലുള്ള പോലെ ആയിരിക്കില്ല ഗ്ലാസ്സിലുള്ള പോലെ ആയിരിക്കില്ല ഡയമണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ സ്പീഡ് എയറിനാണ് കൂടുതൽ, പിന്നെ വാട്ടറിനാണ് കൂടുതൽ, പിന്നെ ഗ്ലാസിനാണ് കൂടുതൽ, പിന്നെ ഡയമണ്ടിനാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും ഒപ്റ്റിക്കലി റയറർ മീഡിയവും അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കും, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസും ആണെന്ന് വിചാരിക്കും. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസും ആണെന്ന് വിചാരിക്കും. ഞാൻ ഈ സോളിഡിന്റെ ഉള്ളിലൂടെ ഒരു ലൈറ്റിനെ കടത്തി വിടുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഈ സോളിഡിന്റെ ഉള്ളിലൂടെ ലൈറ്റിന് പോവാൻ. ഇനിയിപ്പോ ലിക്വിഡിന്റെ ഉള്ളിലൂടെ ഞാൻ ലൈറ്റിനെ കടത്തി വിടാന്ന് വിചാരിക്കും. കുറച്ചും കൂടി ഇതിനെ അപേക്ഷിച്ച് ഇതിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കടന്നു പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്യാസിലൂടെ നല്ല സൂപ്പർ ആയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം എന്ന് ഓർമ്മിച്ചാൽ മതി. എന്താണ് തടസ്സം? ഏറ്റവും കൂടുതൽ തടസ്സം എന്താ, ഏതിലാ, സോളിഡിനാണ് അല്ലെ. സോളിഡിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ലൈറ്റിന് സ്പീഡിൽ പോകാനാവോ സോളിഡിലൂടെ, ഇല്ല. പിന്നെ ഏതിലാ തടസ്സം, ലിക്വിഡില്. പിന്നെ ഏതിലാ തടസ്സം, കുറവ് ഗ്യാസിൽ അല്ലെ. അപ്പൊ ഏറ്റവും തടസ്സം കൂടുതൽ സോളിഡിനാണ്, പിന്നെ കുറവ് ലിക്വിഡിലാണ്. നല്ല സുഖസുന്ദരമായിട്ട് പോകാനാവുന്ന ഏതിലൂടെയാണ്, ഗ്യാസിലൂടെ ആണ് അല്ലെ. അപ്പൊ ഇവിടെ സോളിഡില് തടസ്സം കൂടുതലാണ്. തടസ്സം കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലിക്വിഡിൽ എന്താണ്, തടസ്സം കുറച്ചും കൂടി കുറവ്, അപ്പൊ തടസ്സം കുറവ്, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഗ്യാസിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കാം, സോളിഡില് തടസ്സം കൂടുതലാണെങ്കിൽ സ്പീഡ് കുറവ് അല്ലെ. ഇവിടെ സ്പീഡ് കുറച്ചും കൂടി കൂടി, ഇവിടെ സ്പീഡ് നല്ല ഉണ്ട് അല്ലെ, തടസ്സമില്ലാത്തത് കൊണ്ട് നല്ല സ്പീഡിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് അല്ലെ. എയറിൽ സ്പീഡിൽ പോകാനാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും, കുറവായിരിക്കും. ഇവിടെ കുറച്ചും കൂടി കൂടുതലായിരിക്കും, ഇവിടെ നല്ല കൂടുതലായിരിക്കും അല്ലെ. ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒരു സോളിഡ് ആണ് അല്ലെ. സോളിഡിലൂടെ പ്രകാശത്തിന് സ്പീഡിൽ പോകാനായിട്ട് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തടസ്സം കൂടുതലാണ്. അപ്പൊ തടസ്സം കൂടുതൽ, ഏറ്റവും കൂടുതൽ ഡയമണ്ടിന്, പിന്നെ ഗ്ലാസിന്, പിന്നെ വാട്ടറിന്, പിന്നെ എയറിന് അല്ലെ. ഡയമണ്ടിന്, ഗ്ലാസിന്, വാട്ടറിന്, എയറിന്. ഇത് എന്തിന്റെ ഓർഡറാ, സ്പീഡിന്റെ ഓർഡർ ആണ് അല്ലെ. ഇത് എന്തിന്റെ ഓർഡറാ, തടസ്സം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമണ്ടിനാണല്ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ നമുക്ക് പറയാം ഡയമണ്ട് എന്താണ്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആണ്. ഡയമണ്ടിനേക്കാൾ കുറച്ചും കൂടി ഡെൻസർ കുറവാണ് ഗ്ലാസിന്. എയറും ഡയമണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയമണ്ട് ഡെൻസർ മീഡിയം ആണ്. എയർ എന്ത് മീഡിയമാണ്, റെയറർ മീഡിയം ആണ്. ഡയമണ്ട് ഡെൻസർ മീഡിയം ആണ്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി
ലൈറ്റ് ഒരു റെയറർ മീഡിയം, അതായത് ഒരു റെയറർ മീഡിയം ആയിട്ട് എയർ ഉണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ എന്തുണ്ട്? ഗ്ലാസും ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, ലൈറ്റ് ചെരിഞ്ഞ് പതിച്ച്, അല്ലെ? ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാലാണല്ലോ നമുക്ക് റിഫ്രാക്ഷൻ നടക്കുക. ലൈറ്റ് ചെരിഞ്ഞ് പതിച്ച്, ലൈറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാ പോകുന്നത്? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അതായത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് നോർമൽ ആണല്ലോ, അല്ലെ? ഇത് നോർമൽ ആണ്. നോർമലിന് അടുത്തൂടെ ആയിരിക്കും പോവുക. എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ്? നോർമലിന് അടുത്തായിരിക്കും. ഇതിപ്പോ എയർ ഗ്ലാസ് തന്നെ വേണ്ട, ഗ്ലാസ് നിന്ന് ഡയമണ്ടിലേക്ക് പോകുന്നതാണെങ്കിലും, ഗ്ലാസ് നിന്ന് ഡയമണ്ടിലേക്ക് പോകാണെങ്കിൽ ഇത് റെയറർ ആണ്, ഇത് ഡെൻസർ ആണ്, അല്ലെ? അതുപോലെ തന്നെ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിലും റെയറിൽ നിന്ന് ഡെൻസർ ആണ്. എയറിൽ നിന്ന് വാട്ടറിലേക്കും എയറിൽ നിന്ന് ഡയമണ്ടിലേക്കും ഒക്കെ എങ്ങനെയാണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്, അല്ലെ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ നോർമലിന് അടുത്തേക്കാണ് വരിക. ഇനി ഇതേ സംഭവം തന്നെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ, ഫോർ എക്സാമ്പിൾ ഡയമണ്ട് നിന്ന് ഗ്ലാസ്സിലേക്കാണ് എന്ന് വിചാരിക്കും. ഡയമണ്ട് നിന്ന് ഗ്ലാസ്സിലേക്ക്, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? എവേ ഫ്രം ദി നോർമൽ, നോർമലിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും പോവാ. നോർമലിൽ നിന്ന് എവേ. ഇതിപ്പോ ഡയമണ്ടിന് പകരം എയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എവേ ആയിട്ടായിരിക്കും പോവാ. ഇനിയിപ്പോ ഇവിടെ എയറും ഇവിടെ ഡയമണ്ടും ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുക? അടുത്തൂട്ടായിരിക്കും പോവാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഓർഡർ ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ, ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് എവിടെ നിന്ന് എവിടത്തേക്കാണ് ലൈറ്റ് പോകുന്നത് നോക്കാം. റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണെങ്കിൽ ടുവാർഡ്സ് ദി നോർമൽ ആയിരിക്കും, അല്ലെ? ടുവേർഡ്സ് ദി നോർമൽ ആയിരിക്കും. ഇനി ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണെങ്കിൽ എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും, അല്ലെ? എവേ ഫ്രം നോർമൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് റിഫ്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള എന്താണ് നോക്കാനായിട്ട് പോകുന്നത്? റിഫ്രാക്ഷൻ. നമുക്ക് നോക്കാം. പ്രിസം അറിയാലോ, അല്ലെ? പ്രിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, അല്ലെ? ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവും, അല്ലെ? ABC എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. BC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആ പ്രിസത്തിന്റെ ബേസ് ആണ് കേട്ടോ. BC എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസത്തിന്റെ ബേസ്. Okay, pass a beam of light from a laser torch through a prism as shown in figure. അല്ലെ? ഇവിടെ നോക്ക്, ഒരു ലേസർ ടോർച്ച് അടിച്ചിട്ടുണ്ട്, അല്ലെ? ലേസർ ടോർച്ച് അടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലേസർ ടോർച്ച് അടിച്ചിട്ടുള്ളത്? ചെരിച്ചിട്ടാണ്, അല്ലെ? അടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്? ചെരിച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിപ്പോ നേരെയാണ് അടിച്ചിട്ടുള്ളതെങ്കിലോ? നേരെ, ഈ ഒരു നോർമലിന് നേരെ അടിച്ചിട്ടുള്ളതെങ്കിൽ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാണ്ട് നേരെ അങ്ങ് പോകും, അല്ലെ? ഇത് ചെരിച്ചടിക്കാനുള്ള കാരണം എന്താ? റിഫ്രാക്ഷൻ സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാവ് യു ഒബ്സർവ്ഡ് ദ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്? ഈ ഒരു ലൈറ്റിന്റെ ഡീവിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോയി പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നു, അല്ലെ? ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? ഈ ഒരു ഡീവിയേഷൻ നടക്കാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇവിടെ എന്താണുള്ളത്? എയർ ആണുള്ളത്, അല്ലെ? ഒന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മളുടെ പ്രിസമാണ് ABC, അല്ലെ? ഇങ്ങനെയാണ് ലൈറ്റ് അടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ലൈറ്റ് അടിച്ചു. ഇതെന്താണ്? നമ്മളുടെ നോർമൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നോർമൽ ആണ്. ഇങ്ങനെ ലൈറ്റ് അടിച്ചു. ലൈറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാ പോകുന്നത്? എയറിൽ നിന്ന്. ഇതെന്താണ്? ഗ്ലാസ് ആണ്. ഇവിടെയും എയർ ആണ്, അല്ലെ? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈറ്റിന് ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും, അല്ലെ? ഡിഫറെന്റ് മീഡിയത്തിലൂടെ ലൈറ്റിന് ഡിഫറെന്റ് സ്പീഡ് ആയിരിക്കും. എയറിലൂടെയുള്ള സ്പീഡ് ആയിരിക്കില്ല ഗ്ലാസ്സിലൂടെയുള്ള ആയിരിക്കില്ല എയറിലൂടെ ഉള്ളത്, അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു സ്പീഡിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഡയറക്ഷൻ മാറും, അങ്ങനെ ഡീവിയേഷൻ സംഭവിക്കും, അല്ലെ? ഐഡന്റിഫൈ ദ ഫേസസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോ ഡീവിയേഷൻ. Depict the path of light ray in your science diary. ഇതിൽ ഏതൊക്കെ ഫേസിൽ വെച്ചാണ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിച്ചത്? ഏതൊക്കെയാ? ഈ ഒരു ഫേസിൽ വെച്ചിട്ടും ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിച്ചത്, അല്ലെ? AB എന്നുള്ളതിൽ വെച്ചിട്ടും AC എന്നുള്ളതിൽ വെച്ചിട്ടാണ് ഡീവിയേഷൻ സംഭവിച്ചത്.
Towards which part of the prism does the light ray deviate when it enters into the prism from air? അല്ലെ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അല്ലെ, എന്താണ്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. ഇവിടെ നോക്ക്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ആര് എൻ്റർ ചെയ്തിട്ടുള്ളത്? ലൈറ്റ് എൻ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെ. എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? റെയറർ മീഡിയം ആണ്. ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസർ മീഡിയം ആണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ എന്തായിരുന്നു? ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ, അല്ലെ. ഈ ഒരു നോർമലിൽ നിന്നും അടുത്തേക്കായിരിക്കും വരും, അല്ലെ. അടുത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഈ ഒരു ബേസിന് ചേർന്നായിരിക്കും വരും, അല്ലെ. ഒന്നും കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ ഒരു ചിത്രത്തില് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ട് എന്ന് അറിയില്ല. ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു തരാം. എ ബി സി ഒരു ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? നമുക്കൊരു എന്തുണ്ട്? നോർമൽ ഉണ്ട്, അല്ലെ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അപ്പൊ എങ്ങനെ വരും? ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ ആണ്, അല്ലെ. ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ, നോർമലിന് അടുത്തായിട്ടാണ് വരിക, അല്ലെ. നോർമലിന് അടുത്തായിട്ടാണ് വരിക. ഓക്കെ, അങ്ങനെ ഇവിടെ വന്നിടിച്ച്. ഇനി എന്തുണ്ട്? ഇവിടെയും എന്തുണ്ടാവും? ഒരു നോർമൽ ഉണ്ടാവും. ഇത് എവിടെ നിന്ന് എവിടത്തേക്കാ? ഗ്ലാസിൽ നിന്ന് എയറിലേക്ക്, അല്ലെ. ഗ്ലാസിൽ നിന്ന് എയറിലേക്ക്. ഡെൻസർ മീഡിയത്തിൽ നിന്നും എവിടത്തേക്കാ പോകുന്നത്? റെയറർ മീഡിയത്തിലേക്ക്. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ നോർമലിന് എവേ ആയിട്ടാണ് പോവുക, അല്ലെ. നോർമലിൽ നിന്ന് എവേ ആയിട്ടാണ് പോവുക. അപ്പൊ നോക്ക്, ഇവിടെ ഈ ഒരു ലൈറ്റ്, അല്ലെ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അതായത് പ്രിസത്തിലേക്കും പ്രിസത്തിൽ നിന്ന് തിരിച്ച് എയറിലേക്കും വരുമ്പോൾ എവിടത്തേക്കാണ് ഇതിന് ഡീവിയേഷൻ കൂടുതൽ വരുന്നത്? എവിടത്തേക്കാണ് ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്? ഈ ഒരു ബേസിന് ചേർന്നാണ്, അല്ലെ. ഈ ഒരു ബേസിന് ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്, അല്ലെ. ടുവേർഡ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസം ഡസ് ദ ലൈറ്റ് റേ ഡീവിയേറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രിസം ഫ്രം എയർ, അല്ലെ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അപ്പൊ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ, അല്ലെ. നോർമലിന് അടുത്ത് വരുന്നു. നോർമലിന് അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിന്റെ അടുത്തോട്ടേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രിസത്തിൽ നിന്നും എയറിലേക്ക് പോവാ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എവേ ഫ്രം ദി നോർമൽ, അല്ലെ. ഈ ഒരു നോർമലിൽ നിന്ന് എവേ, അതും എന്തിന് ചേർന്നാ വരുന്നത്? നമ്മളുടെ ബേസിന് ചേർന്നാണ് വരുന്നത്, അല്ലെ. ബേസിന് ചേർന്നാണ് വരുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതാണ് when light ray enters and leaves a prism, it deviates towards the base of the prism due to refraction, അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോഴും ലീവ് ചെയ്യുമ്പോഴും എന്തിലൂടെ? പ്രിസത്തിലൂടെ, അല്ലെ. when light enters and leaves through the prism, it deviates ടുവേർഡ്സ് ദി ബേസ് ഓഫ് ദ പ്രിസം, അല്ലെ. ബേസിന് ചേർന്നാണ് അത് എന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റ് ചെയ്യുന്നത്. കാരണം റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. when light ray enters and leaves a prism, it deviates towards the base of the prism due to refraction. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.